പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാനം ടാക്സ് ആണ്. ടാക്സ് രണ്ട് ടൈപ്പ് ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. അതിലെ ഡയറക്റ്റ് ടാക്സുകൾ ഏതൊക്കെയാണ്, ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കി. പിന്നീട് ഇൻഡയറക്റ്റ് ടാക്സ് ആ ഒരു ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചു. ആ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഏതാണ്? GST ആണ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സുകളെല്ലാം കൂടി ചേർത്താണ് എന്ത് കൊണ്ടുവന്നത്? GST എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ടാക്സേഷൻ മൊത്തം ഒരേ രൂപത്തിലാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു GST കൊണ്ടുവന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി. അപ്പൊ ആ GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ പോവാണ്. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഓർ GST. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ബോക്സ് ഇവിടെ കാണാം, അധിക വായനയ്ക്കുള്ള ഒരു ബോക്സ് ഇവിടെ കാണാം. അത് നമുക്ക് പഠിക്കാനുള്ള കാര്യമല്ല, എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ടാക്സുകൾ പിന്നെ GSTയിൽ ലയിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ടാക്സുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതാണ് GST എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ദി മേജർ ടാക്സസ് മെർജ്ഡ് ഇൻ ടു GST? GSTയിലേക്ക് ലയിപ്പിച്ചിട്ടുള്ള പ്രധാന നികുതികൾ ഏതൊക്കെയാണ്? ഇവിടെ കാണാം: സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സസ്, സെൻട്രൽ സെയിൽ ടാക്സ്, എസ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ്, ലക്ഷറി ടാക്സ്, അഡ്വർടൈസ്മെന്റ് ടാക്സ്, ഒക്ട്രോയ്, എന്റർടൈൻമെന്റ് ടാക്സ്. ഇങ്ങനെയുള്ള ഒരുപാട് ടാക്സുകൾ ഇതിലേക്ക് മെർജ് ചെയ്തു, GSTയിലേക്ക് മെർജ് ചെയ്തു. ഇവിടെ ഒക്ട്രോയ് എന്നുള്ള ഒരു പേര് ഒരു പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് പിന്നെ കാണുകയായിരിക്കും അല്ലെങ്കിൽ കേൾക്കുകയായിരിക്കും. ഒക്ട്രോയ് എന്ന് പറയുമ്പോൾ എന്താ? അതൊരു പ്രത്യേക ടാക്സ് ആണ്. അതായത് ലെവീഡ് ബൈ ലോക്കൽ ബോഡീസ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, മുനിസിപ്പാലിറ്റികളോ അങ്ങനെ കോർപ്പറേഷനുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആ പിന്നെ സ്ഥാപനത്തിന്റെ പരിധിയിലേക്ക് സാധനങ്ങൾ, ചരക്കുകൾ പിന്നെ കൊണ്ടുവരുമ്പോൾ ഈടാക്കുന്ന പ്രത്യേക നികുതികളാണ്. ഓക്കെ, ചരക്കുകളൊക്കെ ആ പ്രത്യേക മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഒക്കെ പരിധിയിലേക്ക് കടന്നു വരുമ്പോൾ അതിന് ഈടാക്കുന്ന പ്രത്യേക തരം നികുതികളാണ് എന്ത്? ഒക്ട്രോയ് എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള ഒരുപാട് നികുതികൾ എന്തിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട്? GSTയിലേക്ക് ലയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം എന്താണ് GST. ശ്രദ്ധിക്കുക, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഓർ GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഓൺ 1st July 2017, merging different indirect taxes imposed by central and state government. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ പിന്നെ കൊണ്ടുവന്നിരുന്ന പല ഇൻഡയറക്റ്റ് ടാക്സുകളും കൂടി മെർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റമാണ് GST എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് ഏത് ഡേറ്റിലാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ അടുത്ത് പിന്നെ നടന്ന ഒരു PSC എക്സാമിനും കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള ഒരു PSC എക്സാമിന് വരെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. നമ്മുടെ രാജ്യത്ത് GST ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡേറ്റ് ഓൺ 1st July 2017. അപ്പോൾ നിങ്ങൾക്ക് പിന്നീടൊക്കെ ആവശ്യമുള്ള ഒരു പോയിന്റാ, 10ാം ക്ലാസ്സിലേക്ക് മാത്രമല്ല പിന്നീടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലപ്രാപ്തിയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും സംവാദങ്ങളും ആരോപണങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത്? GST എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, taxes are levied at different stages starting from production to final consumption of goods and services. Okay, അതായത് ഒന്നുകൂടി നോക്കാം, ടാക്സസ് ആർ ലെവീഡ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്, പല ഘട്ടങ്ങളിലായിട്ട് ടാക്സുകൾ ചുമത്തപ്പെടുകയാണ് അല്ലെ. സ്റ്റാർട്ടിങ് ഫ്രം പ്രൊഡക്ഷൻ ടു ഫൈനൽ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അതായത് പിന്നെ ചരക്കുകളാണെങ്കിലും സേവനങ്ങളാണെങ്കിലും ഒക്കെ അതിന്റെ നിർമ്മാണം മുതൽ അതിന്റെ കൺസംഷൻ വരെ, ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഇവിടെ നികുതി ചുമത്തപ്പെടുകയാണ്. ഒരു പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് അതൊരു ഫൈനൽ പ്രൊഡക്റ്റായി കൺസംഷന് പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. അപ്പൊ അതിന്റെ ഓരോ സ്റ്റേജിലും അവിടെ നികുതി ചുമത്തപ്പെടുകയാണ്. ആൻഡ് ഇൻ ഈച്ച് സ്റ്റേജ് ദി ടാക്സ് ഇസ് ഇമ്പോസ്ഡ് ഓൺ ദി വാല്യൂ ആഡഡ്. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും പിന്നെ നികുതി ചുമത്തുന്നത് എവിടെയാണ്? ഓരോ ഘട്ടത്തിൽ ഉണ്ടാവുന്ന മൂല്യവർദ്ധനവിനാണ്. ഓക്കെ, എക്സ്ട്രാ അതിന്റെ വാല്യൂ എത്ര കൂടുന്നുണ്ട് അതിനനുസരിച്ചുള്ള ടാക്സ് ആണ് അതിന്റെ ആ പ്രൊഡക്റ്റിന്റെ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നത്? ചുമത്തുന്നത്. ഹെൻസ് ടാക്സ് ഈസ് കളക്റ്റഡ് ഓൺലി ഓൺ വാല്യൂ അഡീഷൻ. ഓക്കെ, ടാക്സ് ഈസ് കളക്റ്റഡ് ഓൺലി ഓൺ വാല്യൂ അഡീഷൻ. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർദ്ധനവിന് മാത്രം, വാല്യൂ അഡീഷന് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ നികുതി ചുമത്തുന്നുള്ളൂ. അതായത് ഇപ്പൊ നമുക്കറിയാം, ഒരു ഷർട്ട് എന്ന് പറയുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഷർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്
അല്ലെ, ഒരു കുപ്പായം അല്ലെങ്കിൽ ഒരു വസ്ത്രം, ഒരു ഷർട്ട് ആയിക്കോട്ടെ. അപ്പൊ ആ ഷർട്ട് പല സ്റ്റേജസ് കടന്നാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷർട്ടായിട്ട് മാറുന്നത്. ഓക്കെ, ഒരു കോട്ടൺ ഷർട്ട് ആണെങ്കിൽ ഏറ്റവും ആദ്യം കോട്ടൺ എന്ന് പറയുന്ന റോ മെറ്റീരിയൽ അത് പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ത്രെഡ് ഉണ്ടാക്കി, അല്ലെ, ആ ത്രെഡ് പിന്നീട് കൂട്ടിച്ചേർത്ത് ക്ലോത്ത് ഉണ്ടാക്കി, ആ ക്ലോത്ത് പല അളവിലാക്കി ഷർട്ടായി മാറി, അതിലേക്ക് ബട്ടൺസ് വന്നു, കളറ് വന്നു, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റേജിലും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ സാധനങ്ങൾ വരുമ്പോൾ അതിനൊരു വാല്യൂ കൂടും. അങ്ങനെ എക്സ്ട്രാ കൂടുന്ന വാല്യൂക്കാണ് ആ ഓരോ സ്റ്റേജിലും എന്ത് ചെയ്യുന്നത്, ടാക്സ് ഈടാക്കുന്നത്. സോ ടാക്സ് ഈസ് കളക്റ്റഡ് ഓൺലി ഓൺ വാല്യൂ അഡീഷൻ. ഓരോ സ്റ്റേജിലും അതിലേക്ക് ചേർക്കപ്പെടുന്ന വാല്യൂ എത്രയാണോ അതിനുള്ള ടാക്സ് ആ സ്റ്റേജിൽ ഈടാക്കുന്നു. And the tax paid in the earlier stages need not be paid by the final consumer. അതുകൊണ്ട് തന്നെ the tax paid in the earlier stages, മുമ്പുള്ള ഓരോ സ്റ്റേജിലും ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും മുമ്പത്തെ ഓരോ സ്റ്റേജിലും ഉണ്ടായിട്ടുള്ള പിന്നെ ടാക്സ് നമ്മൾ എന്ത് ചെയ്യേണ്ട, ഏറ്റവും അവസാനത്തെ ഫൈനൽ കൺസ്യൂമർ അടയ്ക്കേണ്ടതില്ല. Okay, the tax paid in the earlier stages need not be paid by the final consumer. Okay, അതായത് അന്തിമ ഉപഭോക്താവ് ഫൈനൽ കൺസ്യൂമർ എന്ത് ചെയ്യേണ്ട, ആദ്യം അടച്ചിട്ടുള്ള ആദ്യത്തെ ഓരോ സ്റ്റേജിലും അടച്ചിട്ടുള്ള നികുതികൾ പിന്നീട് നമ്മൾ നൽകേണ്ടതില്ല. GST registration is mandatory to the traders if the turnover is more than 20 lakh in a financial year. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ മൊത്തം വിറ്റുവരവ്, ഓക്കെ, മൊത്തം ടേൺ ഓവർ അല്ലെങ്കിൽ മൊത്തം വിറ്റുവരവ് 20 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ, 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കച്ചവടക്കാർ, അങ്ങനെയുള്ള വ്യാപാരികൾ നിർബന്ധമായിട്ടും GSTയിൽ അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, GST registration is mandatory, നിർബന്ധമാണ്. ആർക്ക്? ടു ദി ട്രേഡേഴ്സ് ഇഫ് ദി ടേൺ ഓവർ ഇസ് മോർ ദാൻ 20 lakh. ഓക്കെ, അതായത് അവരുടെ വാർഷിക വിറ്റുവരവ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ, അതായത് ഒരു സാമ്പത്തിക വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ ടേൺ ഓവർ മൊത്തം 20 ലക്ഷത്തിന്റെ മുകളിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യാപാരികൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, GST രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം. ഓക്കെ, അപ്പോൾ GSTയുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ നോക്കുകയാണ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് GST. പ്രധാനമായിട്ടും 3 ടൈപ്പ് GST നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ കാര്യമായിട്ട് ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസ് GST ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രേഡഡ് വിത്തിൻ ദി സ്റ്റേറ്റ്. അതായത് ഓരോ പിന്നെ സംസ്ഥാനത്തിനകത്തുള്ള കാര്യങ്ങളിൽ ആ സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്ന ചില GSTകളുണ്ട്. അതേപോലെ ഒരു രാജ്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന GST അതും ഉണ്ട്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ 2 GST ആണ്, പക്ഷെ മൊത്തം 3 ടൈപ്പ് GST ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് 3 ടൈപ്പ് GST നോക്കാം. ദി ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഈസ് നോൺ ആസ് സെൻട്രൽ GST. ഓക്കെ, അത് നമുക്ക് CGST എന്ന് പറയാം. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴുള്ള ബില്ലിൽ കാണാൻ പറ്റും ഇങ്ങനെ CGST. അപ്പൊ CGST എന്താണ്? അത് സെൻട്രൽ GST ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് സെൻട്രൽ GST. ഓർക്കാനും പഠിക്കാനും സുഖമാണ്. അതേപോലെ അപ്പൊ സ്റ്റേറ്റ് GST എന്തായിരിക്കും? ദി ടാക്സ് ഇമ്പോസ്ഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ് GST ഓർ SGST. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റ് ചുമത്തുന്ന നികുതിയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് GST ഓർ SGST. അപ്പോൾ CGST, SGST. അപ്പൊ 2 ടാക്സുകൾ നമ്മൾ പഠിച്ചു. GSTന്റെ 2 ടൈപ്പ് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് സെൻട്രൽ GST, മറ്റേത് സ്റ്റേറ്റ് GST. GSTന്റെ ഫുൾ ഫോം ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഓക്കെ, അപ്പൊ 2 GSTകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഒന്നുകൂടിയുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ദീസ് ടാക്സസ് ആർ കളക്റ്റഡ് ജോയിന്റ്ലി ഫ്രം ദി കൺസ്യൂമേഴ്സ് ആൻഡ് ആർ ഷെയർഡ് ഈക്വലി ബൈ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ CGSTയും അതേപോലെ SGSTയും ഒരുമിച്ച് തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ശേഷം എന്ത് ചെയ്യാണ്? സെൻട്രൽ ഗവൺമെന്റും അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റും അത് തുല്യമായിട്ട് വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു, ഷുഡ് ദി ടാക്സ് ബി ഇമ്പോസ്ഡ് ഓൺ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ട്രേഡഡ് ഫ്രം വൺ സ്റ്റേറ്റ്സ് ടു ദി അതർ. അതായത് ഇപ്പൊ നമ്മളെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക്, അപ്പോൾ 2 സംസ്ഥാനങ്ങൾ തമ്മിൽ കച്ചവടം ഉണ്ടാവാറുണ്ടല്ലോ അല്ലെ, 2 സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന പിന്നെ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതില്ലേ?
ടാക്സ് കൊടുക്കേണ്ടതുണ്ട്, സംശയമൊന്നുമില്ല. ഏത് കച്ചവടമാണെങ്കിലും ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ ടാക്സ് ആരാണ് കളക്ട് ചെയ്യുക, എങ്ങനെയാണ് കളക്ട് ചെയ്യുക നോക്കാം. The GST on interstate trade is imposed and collected by the central government. ഇന്റർസ്റ്റേറ്റ് ട്രേഡ് എന്ന് പറയുമ്പോൾ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള അല്ലെ, അന്തർ സംസ്ഥാന രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാരം കച്ചവടമാണെങ്കിൽ അവിടെ ടാക്സ് ചുമത്തുന്നത് ടാക്സ് പിരിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിലുള്ള ഈ കച്ചവടത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന പിന്നെ ടാക്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റഗ്രേറ്റഡ് GST ഓർ IGST. ഓക്കെ, IGST ഇന്റർസ്റ്റേറ്റ് ട്രേഡിന്റെ ഭാഗമായിട്ട്, ഓക്കെ, ഇന്റർസ്റ്റേറ്റ് ട്രേഡിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കളക്ട് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST, ഇന്റഗ്രേറ്റഡ് GST. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള GSTകൾ എത്ര? 3 ടൈപ്പ് GST ആണ്. ഒന്ന് സെൻട്രൽ GST, അതേപോലെ സ്റ്റേറ്റ് GST ആൻഡ് തേർഡ് വൺ ഇന്റഗ്രേറ്റഡ് GST. ഇവിടെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഇന്റഗ്രേറ്റഡ് GST ആരാ കളക്ട് ചെയ്യുക? അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, ദി ഷെയർ ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഓൺ IGST is given by the central government. അതിനുശേഷം എന്ത് ചെയ്യും? സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഷെയർ എത്രയാണോ അത് സെൻട്രൽ ഗവൺമെന്റ് പിന്നീട് നൽകുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ GST നമുക്ക് 3 ടൈപ്പ് ആക്കി തിരിക്കാം: സെൻട്രൽ GST, സ്റ്റേറ്റ് GST ആൻഡ് ഇന്റഗ്രേറ്റഡ് GST. ഇനി അടുത്തത് GST റേറ്റ്സ്, GST നിരക്കുകളാണ്. നമുക്കറിയാലോ, എല്ലാ പ്രൊഡക്റ്റിനും ഒരേ ടാക്സ് അല്ല. ചില സാധനങ്ങൾക്ക് GST, അതായത് ആ ടാക്സ് റേറ്റ് എന്ത് ചെയ്യും? കൂടും. ചിലതിന് റേറ്റ് കുറവായിരിക്കും. ഇനി GST ഇല്ലാത്ത സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ പറയാൻ പോകുന്നത്, GST റേറ്റ്സ്. ഓക്കെ, GST റേറ്റുകൾ 4 റേറ്റുകളാണ് പ്രധാനമായിട്ടും. നമുക്ക് നോക്കാം. നോ GST is imposed on essential services and daily consumption goods including unprocessed food items. ഏറ്റവും ആദ്യം ഓർക്കാനുള്ള ഒരു പോയിന്റ് അതാണ്. GST റേറ്റിൽ ഏറ്റവും ആദ്യം ഓർക്കാനുള്ള പോയിന്റ് ആണ് നോ GST is imposed. GST ഇല്ലാന്ന്. എന്തിനാ GST ഇല്ലാത്തത്? ഓൺ എസെൻഷ്യൽ സർവീസസ് ആൻഡ് ഡെയിലി കൺസംഷൻ ഗുഡ്സ് ഇൻക്ലൂഡിങ് അൺപ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്. അൺപ്രോസസ്ഡ് ഫുഡ് ഐറ്റം എന്ന് പറയുമ്പോൾ എന്താ? സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ. ഓക്കെ, സംസ്കരിക്കാത്ത അതിന്റെ ഫ്രഷ് രൂപത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ, അത് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക്, ഡെയിലി കൺസംഷൻ ഗുഡ്സ്, അങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കും അതേപോലെ തന്നെ എസെൻഷ്യൽ സർവീസസ്, അവശ്യ സേവനങ്ങൾക്കൊന്നും എന്തില്ല? GST ഇല്ല. ഓക്കെ, അപ്പോൾ GST ഉള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് നോക്കാം. GST is arranged, ഇമ്പോർട്ടന്റ് ആണ്, GST is arranged under 4 slabs as 5%, 12%, 18% and 28%. ഓക്കെ, അതായത് ഇങ്ങനെ 4 സ്ലാബുകളിലായിട്ട് GSTയിൽ എന്തുണ്ട്? നികുതി നിരക്കുകളുണ്ട്. ഓക്കെ, ഇങ്ങനെ 4 കാറ്റഗറിയായി അല്ലെങ്കിൽ 4 തട്ടുകളായി അല്ലെങ്കിൽ 4 സ്ലാബുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? GST റേറ്റിനെ നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ചില പ്രൊഡക്റ്റുകൾക്ക് 5% ആയിരിക്കും ഉണ്ടാവുക, ചില പ്രൊഡക്റ്റുകൾക്ക് 12% ആയിരിക്കും എന്തുണ്ടാവുക? ടാക്സ് ഉണ്ടാവുക, ചില പ്രൊഡക്റ്റുകൾക്ക് 18%, മറ്റു ചിലതിന് 28%, ചിലതിന് നോ GST എന്ന് നമ്മൾ പറഞ്ഞു. ഏതിനാ GST ഇല്ലാത്തത്? for essential services and daily consumption goods like unprocessed food items. ഇതിനൊന്നും എന്തില്ല? GST ഇല്ല. എന്നാൽ GST നമുക്ക് ഉള്ള സാധനങ്ങളെ ഇങ്ങനെ 4 സ്ലാബുകളാക്കി തിരിക്കാം, അല്ലെങ്കിൽ GST റേറ്റിനെ നമുക്ക് 4 തട്ടുകളാക്കി 4 സ്ലാബുകളാക്കി തിരിക്കാം. 12% സ്ലാബ്, 5% സ്ലാബ്, 12% സ്ലാബ്, 18% ആൻഡ് 28%. അപ്പൊ നമുക്കിത് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടി താഴെ ഒരു GST ബേസ്ഡ് ഉള്ള ഒരു ബില്ല് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഇവിടെ ആൻസർ ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കുക. Let's examine a bill received from a shop and find out the following. ഓക്കെ, ഒരു GST ബില്ല് ഇവിടെ പിന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഓരോ പോയിന്റ് കാണാം അല്ലെ, കുറച്ച് പോയിന്റ്സ്, ക്വസ്റ്റ്യൻസ് എന്നുള്ള രൂപത്തിലാണ്. അപ്പൊ ഓരോ പോയിന്റിന്റെയും ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസർ ഈ ഒരു ബില്ലിന്റെ സഹായത്തോടെ നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റണം. ഒന്നാമത്തേത് GST രജിസ്ട്രേഷൻ നമ്പർ. GST രജിസ്ട്രേഷൻ നമ്പർ ആണ് ആദ്യം ചോദിക്കുന്നത്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ബില്ലിലെ പിന്നെ രണ്ടാമത്തെ ലൈനിൽ കാണാൻ പറ്റും. ഇതാണ് GST രജിസ്ട്രേഷൻ നമ്പർ ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഒരു 15 നമ്പർ ആണ് ഉണ്ടാവുക. GST എന്നത് കഴിഞ്ഞിട്ട് 32AA അങ്ങനെ പോയിട്ട് ടോട്ടൽ ഒരു 15 ഉണ്ടാവും. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 നമ്പർ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ GST രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ കണ്ടു. പിന്നെ GST റേറ്റ്സ് ആസ്
represented by symbols given in column 1. GST റേറ്റുകൾ പിന്നെ ഇവിടെ ഈ ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഡോളർ ചിഹ്നം കാണാം, അതേപോലെ അല്ലെ അറ്റ് എന്നുള്ള ചിഹ്നം കാണാം, അങ്ങനെ എക്സ്ക്ലമേറ്ററി മാർക്ക് കാണാം. അങ്ങനെ ഓരോരോ ചിഹ്നങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ ചിഹ്നങ്ങളും എത്ര പെർസെൻറ്റേജ് ആണ്, GST റേറ്റ് എത്രയാ സൂചിപ്പിക്കുന്നത് എന്നുള്ള എവിടെ കാണാം? നമുക്ക് താഴ്ഭാഗത്ത് ഇവിടെ കാണാൻ പറ്റും. GST പെർസെൻറ്റേജ് ഇതാ ഈ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ക്ലമേറ്ററി മാർക്ക് കാണിക്കുന്നത് എന്തിനാ? 0% ആണ്. അതായത് അതിന് ടാക്സ് ഇല്ലാത്ത ഐറ്റംസിന്റെ നേരെയാണ് ആ ചിഹ്നം ഉണ്ടാവുക. ഓക്കെ. അതേപോലെ അറ്റ് എന്ന് കാണിക്കുന്നത് എന്താ? 5% ടാക്സ് ഉള്ള പിന്നെ പ്രൊഡക്റ്റുകൾക്ക് നേരെയാണ് ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുത്തിട്ടുള്ളത്? അറ്റ് ചിഹ്നം കൊടുത്തിട്ടുള്ളത്. അതേപോലെ 12% കാണാം, അതേപോലെ 18% കാണാം. ആൻഡ് എന്നുള്ളത് എന്താ? അത് 28% ടാക്സ് വരുന്ന പ്രൊഡക്റ്റിന് നേരെയാണ് ആ ആൻഡ് എന്നുള്ള ചിഹ്നം ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഓരോ ചിഹ്നങ്ങളും എത്ര പെർസെൻറ്റേജ് ഏത് റേറ്റിനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ആർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് GST റേറ്റ്സ് സെയിം? അടുത്ത ചോദ്യം അതാണ്. ഓക്കെ, സെൻട്രൽ GST അതേപോലെ സ്റ്റേറ്റ് GST രണ്ടും ഒരേ റേറ്റ് തന്നെയാണോ, ഒരേപോലെ തന്നെയാണോ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ കാണാം നമുക്കൊരു പിന്നെ ഈ താഴ്ഭാഗത്ത് ഇവിടെ CGST കാണാം, അതേപോലെ ഇപ്പുറത്ത് SGST കാണാം. ഓക്കെ, CGST കാണാം, SGST കാണാം. അപ്പൊ ഇത് നോക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവുന്നുണ്ട് 2.5% ആണ് ഇവിടെ എങ്കിൽ അപ്പുറത്തും 2.5% ആണ്. ഇവിടെ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് എന്താണ്? അവിടെയും 6 ആണ്. അതേപോലെ 9 ആണെങ്കിൽ അപ്പുറത്തും 9 ആണ്. CGST 14 ആണെങ്കിൽ അപ്പുറത്തും 14 ആണ്. അപ്പൊ എന്താ ആൻസർ? യെസ് എന്നാണ്. ആർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് GST റേറ്റ് സെയിം? രണ്ടും സെയിം ആണ്. യെസ് അല്ലെ? GST റേറ്റ് സ്റ്റേറ്റിലും സെൻട്രലിലും ഒരേപോലെ തന്നെയാണ്, സെയിം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐറ്റംസ് ദാറ്റ് ആർ എക്സംപ്റ്റഡ് ഫ്രം GST. GST ഒഴിവാക്കിയിട്ടുള്ള സാധനം ഏതാണ്? ഓക്കെ, GST നൽകേണ്ടാത്ത, GST ആവശ്യമില്ലാത്ത, GST ഒഴിവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ GST ഇല്ലാത്ത പ്രൊഡക്റ്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പെർസെൻറ്റേജ് ഈ എക്സ്ക്ലമേറ്ററി മാർക്ക് കാണുന്നതാണ് 0%. അപ്പൊ ഈ ഐറ്റം നെയിമിന്റെ ലെഫ്റ്റ് സൈഡിൽ എവിടെയാണോ എക്സ്ക്ലമേറ്ററി മാർക്ക് കാണുന്നത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഡോപ്പി SSK ഡിലക്സ് അല്ലെ? അത് എന്തോ അരിയോ അങ്ങനെയുള്ള എന്തോ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, റൈസ് പോലെയുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ അതിന് എന്തില്ല? അതിന് GST റേറ്റ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു എസെൻഷ്യൽ കമ്മോഡിറ്റി ആയിരിക്കും, നിത്യോപയോഗ സാധനം ആയിരിക്കാം, ഡെയിലി പിന്നെ ഡെയിലി കൺസംഷൻ ഉള്ള സാധനം ആയിരിക്കാം. അതുകൊണ്ട് അതിനെന്തില്ല? GST ഇല്ല. പിന്നെ whether higher GST rates are applicable to necessary or luxury goods. അതായത് നെസസറി ഗുഡ്സ്, നിത്യോപയോഗ സാധനങ്ങൾ, നമുക്ക് എപ്പോഴും വേണ്ട സാധനങ്ങൾ, അതിനാണോ അല്ലെങ്കിൽ ലക്ഷറി ഗുഡ്സിനാണോ ഉയർന്ന GST റേറ്റ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഇത് നോക്കാതെ തന്നെ പറയാൻ പറ്റും. ഏതിനായിരിക്കും? ലക്ഷറി ഗുഡ്സിനായിരിക്കും. ഓക്കെ, ലക്ഷറി ഗുഡ്സിനാണ് എപ്പോഴും GST റേറ്റ് കൂടുക. നമുക്കിവിടെ ഏറ്റവും കൂടിയ GST 28% ആണ്. അത് ആൻഡ് എന്ന ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ള ഈ ബില്ലില് ആൻഡ് എന്നത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നില്ല. ഓക്കെ, കാണുന്നില്ല. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ആൻസർ എന്താ? ലക്ഷറി ഗുഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു GST ബില്ല് നോക്കി അതിന്റെ ബേസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ കണ്ടെത്തി. ഓക്കെ, ഇനി GST കൗൺസിലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, GST കൗൺസിൽ, അതായത് GST സമിതി എന്ന് പറയാം, ഒരു കൗൺസിൽ, GSTയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന പിന്നെ കുറച്ച് ആളുകളുടെ ഒരു ഗ്രൂപ്പ്, അതാണ് GST കൗൺസിൽ. നോക്കാം, GST കൗൺസിൽ, GST സമിതി ആരൊക്കെ അതിലുണ്ടാവുക? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഇസ് ദ ചെയർമാൻ ഓഫ് GST കൗൺസിൽ. ഓക്കെ, അദ്ദേഹമാണ് GST കൗൺസിലിന്റെ ചെയർമാൻ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞു. പിന്നീടും 10ാം ക്ലാസ്സിലേക്ക് മാത്രമല്ല, പിന്നീടും നമുക്ക് ആവശ്യമുള്ള പോയിന്റുകളായി ഇതൊക്കെ കേട്ടോ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അഥവാ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണോ അദ്ദേഹമാണ് എന്ത്? GST കൗൺസിലിലെ ചെയർമാൻ. അതുകൂടാതെ പിന്നെ ആരൊക്കെയാണ് ഉണ്ടാവുക? ആൻഡ് ദി മെമ്പേഴ്സ് ആർ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ്. ഓക്കെ, അതായത് പിന്നെ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഒരു കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഉണ്ടാവും.
ഓരോ സംസ്ഥാനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി, നമ്മൾ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ പിന്നെ സഹമന്ത്രിയായിട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും ചുമതലയുള്ള ഒരു യൂണിയൻ മിനിസ്റ്റർ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഓരോ സംസ്ഥാനങ്ങളുടെയും ചുമതലയുള്ള യൂണിയൻ മിനിസ്റ്റർ. പിന്നെ ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, അതായത് ധനകാര്യമന്ത്രി ഉണ്ടാവും, ഓരോ സംസ്ഥാനത്തിലെയും ധനകാര്യമന്ത്രി. ഇപ്പോൾ കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തോമസ് ഐസക്. അപ്പൊ അങ്ങനെ ഓരോ സംസ്ഥാനത്തിന്റെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ ദി കൗൺസിൽ മേക്സ് റെക്കമെൻഡേഷൻസ് ഓൺ ദി ഫോളോവിങ്. അപ്പൊ പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ 3 പേരെ പഠിച്ചു. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ GST കൗൺസിൽ പിന്നെ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ശുപാർശകൾ നൽകുക, എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണ് നൽകുക നോക്കാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. Taxes, cess and surcharges that are to be merged into GST. GST-യിലേക്ക് മെർജ് ചെയ്യേണ്ട നികുതികൾ ഏതൊക്കെയാണ്, സെസ്സുകൾ ഏതൊക്കെയാണ്, സർചാർജുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ തീരുമാനിക്കുക ആരാണ്? ഈ GST കൗൺസിലാണ്. ഈ സെസ് അതേപോലെ സർചാർജ് ഇത് രണ്ടും നമുക്ക് ഈ ടെക്സ്റ്റ് പഠിക്കാനുണ്ട്, അവിടെ നമുക്ക് നോക്കാം അതെന്താന്നുള്ളത് അവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ചെറിയ കൺസെപ്റ്റുകളാണ്. അപ്പൊ ഇതൊക്കെ ഏതൊക്കെ ടാക്സുകൾ, സെസ്സുകൾ, സർചാർജുകൾ GST-യിൽ മെർജ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. അതേപോലെ ദി ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ടു ബി ബ്രോട്ട് അണ്ടർ GST. ഓക്കെ, GST-ന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ട സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ഏതാണ്? ഓക്കെ, GST-ന്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ട അതേപോലെ ഒഴിവാക്കേണ്ട സാധനങ്ങളും സേവനങ്ങളും ഏതൊക്കെയാണ്, ഏതൊക്കെ വേണം ഏതൊക്കെ വേണ്ട, ഓക്കെ, ഏതൊക്കെ സാധനങ്ങൾക്ക് GST വേണം ഏതിനൊക്കെ വേണ്ട, അതൊക്കെ തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. പിന്നെ ഡിറ്റർമൈനിങ് GST റേറ്റ്സ്, നമ്മൾ പറഞ്ഞല്ലോ 4 സ്ലാബുകളാക്കി GST റേറ്റുകളെ നമ്മൾ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ GST റേറ്റുകളൊക്കെ നിശ്ചയിക്കുന്നതും ഈ GST കൗൺസിലാണ്. എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ള കാര്യമൊക്കെ ഈ GST കൗൺസിലിന്റെ തീരുമാനം പോലെ ഇരിക്കും. അടുത്തത് ദി ടൈം ഫ്രെയിം ഫോർ ഇൻക്ലൂഡിങ് എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഇൻ ടു GST. അതായത് പിന്നെ ചില സാധനങ്ങൾ, ചില ഐറ്റംസ് ഒന്നും GST-യിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുണ്ട്. അപ്പൊ അങ്ങനെ GST-യിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത, അതായത് GST-ന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ചില സാധനങ്ങളും സേവനങ്ങളൊക്കെ GST-യിൽ ഏത് പിന്നെ സമയത്തിനുള്ളിൽ ഉൾപ്പെടുത്തണം, എത്ര കാലത്തിനുള്ളിൽ ഉൾപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. പിന്നെ ലാസ്റ്റ് വൺ, determining the tax exemption limit on the basis of total turnover. അതായത് മൊത്തം ടേൺ ഓവറിന്റെ മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കലും ആരാണ്? ഈ GST കൗൺസിലാണ്. അതായത് പിന്നെ നികുതിയിൽ നൽകേണ്ട ഇളവുകളെ പറ്റിയും ഓരോ പിന്നെ വ്യാപാരികൾക്കും അല്ലെങ്കിൽ ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം ഇളവ് അനുവദിക്കാം, ഏത് രൂപത്തിൽ അനുവദിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടാക്സ് എക്സംഷൻ ലിമിറ്റ്, ഓക്കെ, നികുതിയിൽ ഉണ്ടാവുന്ന ഇളവിന്റെ കാര്യങ്ങളൊക്കെ, നികുതിയിൽ നൽകേണ്ട ആ ഒരു ഇളവിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അതെല്ലാം തീരുമാനിക്കുന്നത് GST കൗൺസിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട GST-യുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമിതിയാണ്, ഒരു കൗൺസിലാണ് എന്ത്? GST കൗൺസിൽ എന്ന് ഈ പോയിന്റ്സ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞു. പിന്നെ ഇവിടെ കുറച്ച് പിന്നെ എക്സ്ട്രാ റീഡിംഗ് ബോക്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇവിടെ ഹെഡിങ് നോക്കുക, ഐറ്റംസ് ദാറ്റ് ഡു നോട്ട് കം അണ്ടർ GST അറ്റ് പ്രസന്റ്. നിലവിൽ GST-യുടെ പരിധിയിൽ വരാത്ത ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. പെട്രോളിയം പ്രോഡക്ട്സ്, റോ പെട്രോളിയം, ഡീസൽ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ഫ്യൂവൽ, അതേപോലെ ഇലക്ട്രിസിറ്റി, ലിക്കോ ഡു നോട്ട് കം അണ്ടർ GST. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും GST-ന്റെ പരിധിയിൽ നിലവിൽ വന്നിട്ടില്ല. ദി എക്സിസ്റ്റിംഗ് ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം വിൽ കണ്ടിന്യൂ ഓൺ ദീസ് ഐറ്റംസ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് GST വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ തുടർന്നു പോരുകയാണ്. ഓക്കെ, അപ്പൊ അതേ നേരത്തെ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു, ദ ടൈം ഫ്രെയിം ഫോർ ഇൻക്ലൂഡിംഗ് ദി എക്സ്ക്ലൂഡഡ് ഐറ്റംസ് ഇൻ ടു GST. അപ്പോൾ GST-യിൽ വരാത്ത ചില പ്രൊഡക്റ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ എത്ര കാലത്തിനുള്ളിൽ, എത്ര പരിധിക്കുള്ളിൽ GST-ന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അതെല്ലാം ഈ GST കൗൺസിലിന്റെ പിന്നെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു. ഇനി ഒരു 2 പോയിന്റും കൂടി ഇവിടെ പറയുന്നുണ്ട്. ദി അതർ 2 സോഴ്സസ് ഓഫ് ഇൻകം ടു ദി ഗവൺമെന്റ് ആർ സർചാർജ് ആൻഡ് സെസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടാക്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ടാക്സ്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും നമ്മൾ പറഞ്ഞു. ആ ഇൻഡയറക്റ്റ് ടാക്സിന്റെ ഭാഗത്താണ് നമ്മൾ GST വിശദീകരിച്ചു പോകുന്നത്. അത് കൂടാതെ ഗവൺമെന്റിന്റെ
മറ്റ് രണ്ട് വരുമാന മാർഗങ്ങളാണ്. ടു സോഴ്സസ് ഓഫ് ഇൻകം ടു ദി ഗവൺമെന്റ് ആർ സർചാർജ് ആൻഡ് സെസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സർചാർജും സെസ്സും. എന്താണ് സർചാർജ്, എന്താണ് സെസ്? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ഹെഡിങ് സർചാർജ് ആൻഡ് സെസ്. ചെറിയ മാർക്കിന് പിന്നെ ചോദ്യം വരുന്ന, എന്നാൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണത് ഈ പിന്നെ സർചാർജും അതേപോലെ സെസ്സും പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം. സർചാർജ് ഇസ് ആൻ അഡീഷണൽ ടാക്സ് ഓൺ ടാക്സ് എമൗണ്ട്. ടാക്സിന് മേൽ ചുമത്തുന്ന അധിക നികുതി. ഓക്കെ, നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണെന്ത്? ഓൾറെഡി നമ്മൾ നൽകുന്ന നികുതിന്റെ മുകളിൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ഇമ്പോസ്ഡ് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലത്തേക്കായിരിക്കും എന്ത് ചെയ്യുക, ഇത് ചുമത്തുക. ആൻഡ് യൂഷ്വലി സർചാർജ് ഈസ് ഇമ്പോസ്ഡ് ആസ് എ ഗിവൺ പെർസെൻറ്റേജ് ഓൺ ദി ഇൻകം ടാക്സ്. ഓക്കെ, അതായത് ഇൻകം ടാക്സിന്റെ, നമ്മുടെ വ്യക്തിഗത ആദായ നികുതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഇൻകം ടാക്സിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ന രൂപത്തിലാണ് സാധാരണഗതിയിൽ എന്ത് ചുമത്താറുള്ളത്? സർചാർജ് ചുമത്താറുള്ളത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നോക്കാം. സർചാർജ്, ഈ പറഞ്ഞ രണ്ട് മൂന്ന് സെന്റൻസ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ കേട്ടോ. സർചാർജ് ഈസ് ആൻ അഡീഷണൽ ടാക്സ് ഓൺ ടാക്സ് എമൗണ്ട്. ഓക്കെ, അതായത് നികുതിന്റെ മുകളിൽ ചുമത്തുന്ന ഒരു അധിക നികുതിയാണ് സർചാർജ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ഇമ്പോസ്ഡ് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലത്തേക്കായിരിക്കും എന്ത് ചെയ്യുക, ഇത് ചുമത്തുക. ആൻഡ് യൂഷ്വലി സർചാർജ് ഈസ് imposed as a given percentage on the income tax. അതായത് പിന്നെ ഒരു നിശ്ചിത, അവരുടെ ഓരോ വ്യക്തികളുടെയും പിന്നെ ഇൻകം ടാക്സ് എത്രയാണോ ആ ഇൻകം ടാക്സിന്റെ നിശ്ചിത ശതമാനം എന്ന രൂപത്തിലായിരിക്കും എന്ത് ചെയ്യുക, ഈ സർചാർജ് ചുമത്തുക. അതേപോലെ തന്നെ മറ്റൊരു പിന്നെ കാര്യമാണ് സെസ് എന്ന് പറയുന്നത്. ഒരേപോലെ തോന്നും നമുക്ക്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്, പറയാം. സെസ് ഈസ് ഓൾസോ ആൻ അഡീഷണൽ ടാക്സ് ഫോർ മീറ്റിംഗ് സം സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഗവൺമെന്റ്. ശ്രദ്ധിക്കാം, ഗവൺമെന്റിന്റെ ചില പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ, അതായത് പ്രത്യേക സാമ്പത്തികമായിട്ടുള്ള പ്രത്യേക ആവശ്യങ്ങൾ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടി, അത് പിന്നെ മറികടക്കാൻ വേണ്ടി, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ചുമത്തുന്ന ഒരു അഡീഷണൽ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണേ, സർചാർജ് എന്താണ്? അതും അഡീഷണൽ ടാക്സ് ആണ്. സെസ് എന്ന് പറയുന്നതും അഡീഷണൽ ടാക്സ് ആണ്. വ്യത്യാസം അവസാനം ഞാൻ പറയാം. സെസ് ഈസ് ആൻ അഡീഷണൽ ടാക്സ് ഫോർ മീറ്റിംഗ് സം സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി തന്നെയാണ് എന്തും ഈ സെസ് എന്ന് പറയുന്നതും. സെസ് ഈസ് വിഡ്രോൺ വൺസ് സഫിഷ്യന്റ് റവന്യൂ ഈസ് കളക്റ്റഡ്. ശ്രദ്ധിക്കാം, അതായത് സർക്കാരിന് എത്ര തുകയാണോ ആവശ്യമായി വരുന്നത്, ആ തുക കിട്ടിക്കഴിഞ്ഞാൽ, അത്രയും തുക ആയി കഴിഞ്ഞാൽ എന്തായി, ആ സെസ് പിന്നീട് സർക്കാർ എന്ത് ചെയ്യും, പിൻവലിക്കും. എഡ്യൂക്കേഷൻ സെസ് ഓൺ ഇൻകം ടാക്സ് ഈസ് ആൻ എക്സാമ്പിൾ. ഉദാഹരണമാണ് എഡ്യൂക്കേഷൻ സെസ്. അതായത് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ പിന്നെ നാട്ടിലുള്ള, സമൂഹത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള വിദ്യാഭ്യാസ രംഗത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഗവൺമെന്റ് പിരിക്കുന്ന സെസ് ആണ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. അത് ഹയർ എഡ്യൂക്കേഷൻ ആവാം, അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ ആവാം. ഗവൺമെന്റ് ഏതിനു വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത് അത്. ഓക്കെ, അപ്പോൾ അതിന് എത്ര കോടി രൂപയാണോ സർക്കാരിന് വേണ്ടത്, ആ തുക ഈ സെസ്സിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സെസ് എന്തായി, പിന്നെ അത് നിർത്തലാക്കി, അത് സ്റ്റോപ്പ് ചെയ്തു, ആ കാര്യം അവിടെ നിർത്തി. പിന്നീട് മറ്റൊരു ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റൊരു സെസ് ഒരുപക്ഷെ പിരിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഈ സെസ്സും സർചാർജും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ സെസ് കളക്ട് ചെയ്തത് ആ കാര്യത്തിന് മാത്രം, ഇപ്പൊ എഡ്യൂക്കേഷൻ സെസ് ആണെങ്കിൽ അത് എഡ്യൂക്കേഷൻ പേർപ്പസിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിനിയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. എന്നാൽ സർചാർജ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. സർചാർജിലൂടെ കിട്ടുന്ന എമൗണ്ട് ഗവൺമെന്റിന് എന്ത് ചെയ്യാം, പിന്നെ അതിന്റെ വക മാറ്റി ചെലവഴിക്കാം. അതായത് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു പ്രത്യേക സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി മാത്രമല്ല, പല ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, അതും ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ തീർക്കണം അങ്ങനെയുള്ള കണ്ടീഷനും ഇല്ല. സർക്കാരിന്റെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം, ചെലവാക്കാവുന്നതാണ്. അപ്പൊ സെസ് ആണെങ്കിൽ എന്തേ പാടുള്ളൂ, അത് എന്തിനു വേണ്ടിയിട്ടാണോ കളക്ട് ചെയ്തത് ആ ഫീൽഡിൽ മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സർചാർജ് ആണെങ്കിൽ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഗവൺമെന്റിന് എന്ത് ചെയ്യാം, അത് പിന്നെ മാറ്റി ചെലവഴിക്കാം. പക്ഷെ ആ കാര്യം വ്യത്യാസം ഇവിടെ പറയുന്നില്ല. നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. Okay, so far we have been discussing the tax revenue of government,
Some of the taxes imposed by central, state and local self-governments are given below. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് സർക്കാരിന്റെ ടാക്സ് റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും ഒക്കെ നമ്മൾ നോക്കി. ഇനി അതിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പിരിച്ചെടുക്കുന്ന നികുതികൾ, പ്രധാനപ്പെട്ട നികുതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. അത് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കുക. നിർബന്ധമായിട്ടെന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും തന്നെ ഓർപ്പിച്ചുകൊണ്ട് നോക്കുക. ഓക്കെ, ഒരു മാർക്ക് കിട്ടിയാൽ അത് വലിയ കാര്യമാണ്. അപ്പൊ ഏതൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സുകൾ? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ചില ടാക്സുകൾ അതിൽ വന്നു കഴിഞ്ഞു. അതായത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് CGST. നമ്മൾ നേരത്തെ പഠിച്ചു സെൻട്രൽ GST, അതേപോലെ ഇന്റഗ്രേറ്റഡ് GST. ഇത് രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. അത് കൂടാതെ പിന്നെ ഏതൊക്കെയാ? അത് കൂടാതെ പിന്നെ വരുന്നത് പേഴ്സണൽ ഇൻകം ടാക്സ്. ഓക്കെ, പേഴ്സണൽ ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ? വ്യക്തിഗത ആദായ നികുതി. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, കോർപ്പറേറ്റ് നികുതി. ഈ പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും എന്താണെന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട നികുതികൾ. CGST, IGST, പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന നികുതികളാണ് ഏതൊക്കെ? ലാൻഡ് ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, സ്റ്റേറ്റ് GST. അത് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, കുറച്ച് മുമ്പ് പഠിച്ചു. സ്റ്റേറ്റ് GST നമ്മൾ നേരത്തെ പഠിച്ചു. പിന്നെന്തൊക്കെയാണ്? ലാൻഡ് ടാക്സ്, അതായത് എന്താ ലാൻഡ് ടാക്സ്? ഭൂനികുതി. സ്റ്റാമ്പ് ഡ്യൂട്ടി. ഓക്കെ, സ്റ്റാമ്പ് ഡ്യൂട്ടി, ലാൻഡ് ടാക്സ്, ഈ 3 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെത്. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിച്ചെടുക്കുന്ന നികുതികളാണ് പ്രോപ്പർട്ടി ടാക്സ്. ഓക്കെ, വസ്തുനികുതി എന്ന് പറയാം. അതേപോലെ പ്രൊഫഷണൽ ടാക്സ്, അതായത് തൊഴിൽ നികുതി. ഓക്കെ, പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുമ്പോൾ തൊഴിൽ നികുതി. അപ്പോൾ ഇതൊക്കെയാണ് ഓരോരോ നികുതികളും ഓരോരോ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതേപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റും ഒക്കെ പിരിച്ചെടുക്കുന്ന ഓരോ ടാക്സുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഴ്സസ് ഓഫ് നോൺ ടാക്സ് റവന്യൂ ആണ്. അത് പക്ഷെ നമ്മൾ ഇന്ന് നോക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ.